കരിങ്കടൽ മുതൽ കൊക്കേഷ്യൻ പർവ്വതനിരകൾ വരെ പരന്നു കിടക്കുന്ന അതിശയിപ്പിക്കുന്ന ഭൂപ്രകൃതിയുള്ള അതിമനോഹരമായൊരു കൊച്ചു രാജ്യം, അതാണ് ജോർജിയ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ജോർജിയ ഇന്ന് ഏവരെയും ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ്. തിബിലിസിയാണ് ജോർജിയയുടെ തലസ്ഥാനം. ഇപ്രാവശ്യത്തെ വേനലവധിക്കാലം ഞങ്ങൾ ചിലവഴിച്ചത് ജോർജിയയിലാണ്. തലസ്ഥാന നഗരിയായ തിബിലിസിയിൽ ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായവയാണ് നരിക്കല ഫോർട്രസ്, ബ്രിഡ്ജ് ഓഫ് പീസ്, ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ, ഉദ്യാനങ്ങൾ മുതലായവ. ഇവിടങ്ങളിലൊക്കെ പല തവണ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിലും പിന്നെയും കാണുന്നതിൽ ഒരു വിരസതയും തോന്നിയിട്ടില്ല. കാരണം എല്ലാ സ്ഥലങ്ങളും അത്രയേറെ മനോഹരമായതാണ്. തിബിലിസിയിൽ നിന്നും ഞങ്ങൾ പോയത് കാസ്ബാഗിയിലേക്കാണ്. മഞ്ഞുമലകളാൽ പ്രസിദ്ധമാണ് കാസ്ബാഗിയും ഗുദവരിയും. കാസ്ബാഗിയിൽ നിന്നും വെറും 16 കിലോമീറ്റർ അകലെ കിടക്കുന്ന റഷ്യൻ അതിർത്തി മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ അതിമനോഹരമായ ഒരു ക്രിസ്ത്യൻ ദേവാലയവും അതിനടുത്തു കൂടി ഒഴുകുന്ന ഒരു അരുവിയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. റഷ്യൻ അതിർത്തിയിലെ കാഴ്ചകൾ കണ്ടതിനു ശേഷം ഞങ്ങൾ താമസ സ്ഥലമായ തിബിലിസിയിലേക്ക് തിരിച്ചു വന്നു. അടുത്ത ദിവസം യാത്ര തുടർന്നത് തിബിലിസിയിൽ നിന്നും 200 കിലോമീറ്റർ ദൂരെയുള്ള കുട്ടൈസിയിലേക്കാണ്. കുട്ടൈസിയിലെ പ്രധാന ആകർഷണമാണ് പ്രൊമത്തിയൂസ് കേവ്. ഈ ഗുഹയ്ക്കകത്തെ കാഴ്ചകൾ കാണേണ്ടത് തന്നെയാണ്. കാലാകാലങ്ങളിലായി മഞ്ഞ് വീണ് തണുത്തുറച്ച് പല തരത്തിലുള്ള ആകൃതിയിലായി രൂപപ്പെട്ടിരിക്കുന്നു. ശരിക്കും അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു. പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച അതിമനോഹരമായ ഒരു കാഴ്ച. ഇവിടത്തെ കാഴ്ചകളെല്ലാം മനസ്സു നിറയെ ആസ്വദിച്ചതിനു ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലമായ ബൊർജോമി ദേശീയോദ്യാനത്തിലേക്കാണ് പോയത്. ധാതുസമ്പുഷ്ടമായ ബൊർജോമി വെള്ളം ഈ ഉദ്യാനത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഞാനത് രുചിച്ചു നോക്കിയപ്പോൾ വെള്ളത്തിൽ ഇരുമ്പ് കലക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതാണ് ബർജോമി വാട്ടർ കേട്ടോ. മിനറൽസ് കൂടിയ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇരുമ്പിന്റെ ചോയ എന്നൊക്കെ പറയാം വെള്ളത്തിന്. ഈ വെള്ളത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ അല്പം വെള്ളം ഞാനും കുടിച്ചു നോക്കി. ലോകപ്രസിദ്ധമായ ബൊർജോമി വെള്ളം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലഭ്യമാണ്. ജോർജിയയിലെ മറ്റൊരു നഗരമായ ബത്തൂമി ഒരു പ്രധാന ചൂതാട്ട കേന്ദ്രമാണ്. കരിങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ നഗരം അറേബ്യൻ നാടുകളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. മനോഹരമായ ബീച്ചും അതിനടുത്തൊക്കെ പലതരത്തിലുള്ള റൈഡുകളും ഉണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടിച്ചുപൊളി സ്ഥലം. ജോർജിയയിലെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഗോറി. സോവിയറ്റ് നേതാവായിരുന്ന ജോസഫ് സ്റ്റാലിൻ്റെ ജന്മനാടാണ് ഗോറി. സ്റ്റാലിനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വിവരിക്കുന്ന ഒരു മ്യൂസിയവും അതിനോട് ചേർന്ന് സ്റ്റാലിൻ ജനിച്ചു വളർന്ന വീടും സ്റ്റാലിൻ യാത്ര ചെയ്തിരുന്ന തീവണ്ടിയിലെ ഒരു പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റും വിശാലമായ ഒരു ഉദ്യാനവും ഉണ്ട് ഇവിടെ. ജോർജിയയിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. മഞ്ഞുമലകളാൽ സമ്പുഷ്ടമായ സ്വാനത്തിയും മുന്തിരി വീഞ്ഞുകൾക്ക് പേരുകേട്ട കക്കേട്ടിയും തെലാവിയും വിനോദസഞ്ചാരികളുടെ പറുദീസയായ ബാക്കുറിയാനിയും ഒക്കെ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ്. പാഠപുസ്തകങ്ങളിലൂടെയും മറ്റു യാത്രാ വിവരണ വീഡിയോകളിലൂടെയും കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞ കാര്യങ്ങൾ നേരിട്ടു കാണാൻ സാധിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്.
യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന കുടുംബമാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ ഓരോ അവധിക്കാലം വരുമ്പോഴും ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ പ്രത്യേകതകൾ എല്ലാം മനസ്സിലാക്കി വെക്കും. ഓരോ യാത്രയും പുതിയ പുതിയ കാഴ്ചകളും അറിവുകളുമാണ് നമുക്ക് തരുന്നത്. അടുത്ത അവധിക്കാലം എവിടേക്ക് യാത്ര പോകണം, എന്തൊക്കെയാകും അവിടുത്തെ കാഴ്ചകൾ എന്ന ചിന്തയുമായി അവധിക്കാലം വരാനായി കാത്തിരിക്കുന്നു.